വസന്ത്, കൂടുതൽ ഫലസൂചനകൾ വന്നോ? അഭിലാഷ്, ഇപ്പോൾ ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് നൽകുന്ന ഫലസൂചന എന്ന് പറയുന്നത് 371 സീറ്റ് NDAക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തിന് 125 സീറ്റ് എന്നുള്ളതാണ്. റിപ്പബ്ലിക് ഭാരതിന്റെ പി മാർക്കിൽ 359 സീറ്റുകൾ ലഭിക്കുന്നു എന്നുള്ളത്. അതായത് വ്യക്തമായ ഭൂരിപക്ഷം 2 ഏജൻസികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഒന്ന് ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സും അതുപോലെ തന്നെ പി മാർക്കും. ഇത് രണ്ടും അനുകൂലമായ സ്ഥിതിയിലാണ്. ഇന്ത്യയുടേത് 154 പി മാർക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് 30 സീറ്റുകൾ ലഭിക്കുമെന്നുള്ള ഒരു കണക്ക് കൂടി നൽകുന്നു. ABP ന്യൂസിന്റെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ ജാർഖണ്ഡിൽ, തമിഴ്നാട്ടിൽ 37 മുതൽ 39 സീറ്റുകൾ വരെ. ജാർഖണ്ഡിലെ ഫലസൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും 2 ഏജൻസികൾ ഇപ്പോൾ NDAക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ഒന്ന് പി മാർക്ക്, 2 ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് എന്നുള്ളതാണ്. പി മാർക്ക് നമ്മുടെ ഒപ്പീനിയൻ പോൾ നടത്തിയിട്ടുള്ള പി മാർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നു. NDA ഒരു സുനാമോ അടിക്കുമെന്നാണ്. 359 സീറ്റുകളുമായി നരേന്ദ്രമോദിക്ക് ഹാട്രിക് എന്ന് പ്രവചിക്കുന്നു പി മാർക്ക്. 154 സീറ്റുകളാണ് പരമാവധി ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുക, 30 മറ്റുള്ളവർക്കും. പി മാർക്കിന്റെ ഫലം ഇങ്ങനെയാണ്. പി മാർക്കിന്റെ ഒപ്പീനിയൻ പോളിൽ അവർ 410 വരെയായിരുന്നു ആദ്യത്തെ റേഞ്ച്, പിന്നീട് 390ലേക്ക് കുറഞ്ഞു. നമ്മുടെ ഒപ്പീനിയൻ സൂചനയെങ്കിൽ വലിയ സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നില്ല എന്ന് വേണം പറയാൻ. പ്രതീക്ഷിച്ചതുപോലെ മോദിയും അമിത്ഷായും പ്രവചിച്ചതിന് സമാനമായ വിധത്തിൽ വലിയൊരു തരംഗം ഒരു വട്ടം കൂടി ആവർത്തിക്കുന്നു. അഖിലേഷ് യാദവിന്റെയോ മല്ലികാർജ്ജുന ഖാർഗെയുടെയോ മമതാ ബാനർജിയുടെയോ അരവിന്ദ് കെജ്രിവാളിന്റെയോ പ്രവചനങ്ങളെ പിന്തുണയ്ക്കുന്നതല്ല ആക്സിസ് മൈൻഡ് പുറത്തുവിട്ടിരിക്കുന്ന പി മാർക്ക് സർവേ പുറത്തുവിട്ടിരിക്കുന്ന ഈ നമ്പർ എന്ന് പറയുന്നത്. അത് 359 നരേന്ദ്രമോദിയുടെ ചിത്രത്തിനു താഴെ എഴുതി ചേർത്തിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിക്ക് 154 ഒരിക്കൽ കൂടി വസന്ത് പറഞ്ഞോളൂ പുതിയ കണക്കുകൾ. അഭിലാഷ്, ഹരിയാനയുടെ കാര്യത്തിൽ ഇന്ത്യ ന്യൂസിന്റെ പുതിയ ഇത് പ്രകാരം BJP ഹരിയാനയിൽ തങ്ങളുടെ മേൽക്കോയ്മ നിലനിർത്തുന്നു. 7 സീറ്റ് 10ൽ 7 ലഭിക്കുമെന്നുള്ളൊരു സൂചനയാണ്. ഇന്ത്യക്ക് 3 സീറ്റ് ലഭിക്കും ഇന്ത്യ സഖ്യത്തിന് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 10 സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ അത് 3 സീറ്റ് നഷ്ടപ്പെടും എന്നുള്ള ഒരു വിവരമാണ് ഇന്ത്യ ന്യൂസ് ഡൈനാമിക്സ് നൽകുന്നത്. ഇപ്പോൾ ABP ന്യൂസിന്റെ സി വോട്ടർ സർവേ പ്രകാരം കേരളത്തിൽ UDFന് 19 സീറ്റാണ് പറയുന്നത്. 17 മുതൽ 19 സീറ്റ് വരെ ABP ന്യൂസ് പറയുന്നു. LDFന് 1 സീറ്റും ലഭിക്കില്ല. അതേസമയം NDAക്ക് 1 മുതൽ 3 സീറ്റ് വരെ ലഭിക്കുമെന്നുള്ള വലിയ പ്രവചനം ABP നൽകുന്നു. 19 സീറ്റ് വരെ UDFന്, ഇടതുപക്ഷത്തിന് 1 സീറ്റ് ലഭിക്കില്ല എന്നുള്ളത് അതൊരു വലിയ പ്രവചനമാണ്. ABP ന്യൂസിന് വേണ്ടി സി വോട്ടർ നടത്തിയ പ്രവചനമാണ്. നമ്മൾ സി വോട്ടറിനെ നിസ്സാരക്കാരായി കാണേണ്ട. രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സർവേ ഏജൻസിയാണ് സി വോട്ടർ. ABP ന്യൂസിന് വേണ്ടി സി വോട്ടർ നടത്തിയ സർവേ അനുസരിച്ച് കേരളത്തിൽ UDFന് 19 സീറ്റ് വരെ, UDF 17 മുതൽ 19 സീറ്റ്, NDA 1 മുതൽ 3 സീറ്റ്, LDF 0 സീറ്റ് എന്നുള്ളതാണ് ABP ന്യൂസ് സി വോട്ടർ വിശ്വസിക്കുന്നു. ഈ നേരത്തെ ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ ഷോക്ക് വേവിനെ കുറിച്ച് പറഞ്ഞല്ലോ. യെസ്, വലിയ നേട്ടം കോൺഗ്രസ് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ച കർണാടകത്തിൽ BJPക്ക് 20 മുതൽ 22 സീറ്റ് വരെയാണ്. കോൺഗ്രസിന് നേടാൻ കഴിയുന്ന 3 മുതൽ 5 വരെ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ സൗത്ത് ഇന്ത്യയിലൊക്കെ കോൺഗ്രസ് വലിയ മെച്ചമുണ്ടാക്കുമെന്ന് പറയുന്നത് തെറ്റാണ്. BJP തരംഗത്തിന്റെ സൂചനകൾ ഓവറോൾ ഞാൻ ഇതുവരെ സമ്പൂർണ്ണമായി വന്ന എക്സിറ്റ് പോളുകളിൽ പറയുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇന്ത്യ ന്യൂസിന് വേണ്ടി ഡി ഡൈനാമിക്സ് നടത്തിയ സർവേ അനുസരിച്ച് NDA 371 സീറ്റുകൾ വരെ നേടി വമ്പിച്ച വിജയം നേടാൻ പോകുന്നു. NDAക്ക് 371 സീറ്റ് എന്ന ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് പ്രവചിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് 125, മറ്റുള്ളവർക്ക് 47. അതായത് മോദിയുടെ വമ്പൻ വിജയത്തോടു കൂടിയുള്ള ഒരു ഹാട്രിക് ആണ് ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് പ്രവചിക്കുന്നത്. റിപ്പബ്ലിക് ടിവിക്ക് വേണ്ടി പി മാർക്ക് നടത്തിയ അഭിപ്രായ സർവേയിൽ NDA മുന്നണിക്ക് 359 സീറ്റുകൾ പ്രവചിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് 154 സീറ്റും. ABP ന്യൂസിന്റെ സി വോട്ടർ സർവേയിലാണ് കേരളത്തിൽ UDFന്റെ വമ്പൻ വിജയം പ്രവചിക്കുന്നത്. LDFന് ഒറ്റ സീറ്റ് പോലും ഇല്ല എന്നാണ് ABP ന്യൂസിന്റെ സർവേ. ഇതൊക്കെ ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത് കാണണം. ആക്സിസ് മൈ ഇന്ത്യയുടെ കർണാടക സർവേ ആണ് ഏറ്റവും സർപ്രൈസിംഗ്. കോൺഗ്രസ് 15 സീറ്റ് വരെ നേടും എന്ന് പറഞ്ഞിരുന്ന കർണാടകയിൽ, കോൺഗ്രസ് 15 സീറ്റ് വരെ നേടുമെന്ന് പറഞ്ഞ കർണാടകയിൽ ആക്സിസ് മൈ ഇന്ത്യ പറയുന്നു BJPക്ക് 20 മുതൽ 22 വരെ സീറ്റുകൾ, JDSന് 3 സീറ്റുകൾ. അതായത് ഹസൻ അടക്കം. കർണാടകയിൽ ലോക്സഭയുടെ പാറ്റേൺ അത് തന്നെയല്ലേ? കഴിഞ്ഞ തവണയും ഈ പറയുന്ന ഹ്യൂജ് വിക്ടറി BJPക്ക് അനുകൂലമായിട്ട് ആത്മവിശ്വാസം മാത്രമല്ലേ ഇത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പല ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. പ്രജ്വൽ രേവണ്ണ വിഷയം മുതൽ സിദ്ധരാമയ്യയുടെ ഹണിമൂൺ പീരീഡ്, അങ്ങനെ അവിടെ നടത്തിയിട്ടുള്ള ഫ്രീബീസ്, വെൽഫെയർ മെഷേഴ്സ്, അങ്ങനെ കോൺഗ്രസ്
കോൺഗ്രസ് പരമാവധി പ്രതീക്ഷിച്ചു വെച്ച സീറ്റുകളാണ് കർണാടകയിലുള്ളത്. കൂടി പറയാമെന്ന് തോന്നുന്നു. ലോക് പോളിന്റേതായി വന്നിട്ടുള്ളത് NDA 325 മുതൽ 335 വരെ സീറ്റുകളാണ്. ഇന്ത്യ മുന്നണി 155 മുതൽ 165 വരെ, മറ്റുള്ളവർ 55 സീറ്റുകൾ വരെ ഇതുവരെ ദേശീയ ചിത്രം പങ്കുവച്ച എല്ലാ സർവേ ഫലങ്ങളും ഹ്യൂജ് വിക്ടറിയാണ് NDAക്ക് അനുകൂലമായി പ്രവചിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. തീർച്ചയായും. അതായത് NDA നരേന്ദ്രമോദിയുടെ മൂന്നാം ടേം ഒരു സുനാമി കണക്കെ വമ്പിച്ച ഒരു വിജയത്തിലേക്ക്. യെസ് യെസ് യെസ്. പി ബസന്തിലേക്ക് ഒരിക്കൽ കൂടി ബസന്ത്. അഭിലാഷ, ബീഹാറിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത്. ബീഹാറിൽ NDA വലിയ പ്രകടനം കാഴ്ചവെക്കുന്നു എന്നാണ് ഇപ്പോൾ ഇന്ത്യ ന്യൂസിന്റെ ഇതിൽ പറയുന്നത്. ഏകദേശം 33 സീറ്റുകൾ വരെ ബീഹാറിൽ ലഭിക്കും എന്നുള്ളതാണ്. ജാർഖണ്ഡിൽ NDAക്ക് 12 സീറ്റ് ലഭിക്കുന്നു, ഇന്ത്യക്ക് 2 സീറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ബീഹാറിൽ 33 സീറ്റ് എന്ന് പറയുമ്പോൾ ബീഹാറിൽ വലിയ നേട്ടം ഉണ്ടാക്കുമെന്നുള്ള RJDയുടെയും തേജസ്വി യാദവിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ കേരള കണക്ക് വന്നിട്ടുണ്ട്. ആക്സിസ് മൈ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ സർവേ എന്ന് പറയുന്നല്ലോ. ആക്സിസ് മൈ ഇന്ത്യയുടെ കേരള കണക്കിൽ UDF 13 മുതൽ 14 സീറ്റുകൾ വരെ, LDFന് 0 മുതൽ 1 സീറ്റ് വരെ, LDF 0-ലേക്ക് പോകുമെന്ന് 2 സർവേകൾ പ്രവചിക്കുന്നു. ഇതാണോ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ഷോക്ക് വേവ്? BJP 2 മുതൽ 3 വരെ സീറ്റുകൾ. രണ്ടാമത്തെ സർവേ ഫലമാണ് ഈ സമാനമായ സൂചനകൾ നൽകുന്നത്. 2 സർവേകൾ BJPക്ക് കേരളത്തിൽ 3 സീറ്റ് നൽകുന്നു. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. എന്തായാലും 3 സീറ്റ് കേരളത്തിൽ BJPക്ക് എന്തായാലും ലഭിക്കും. അങ്ങനെയാണെങ്കിൽ BJPയുടെ കാര്യത്തിൽ സംഭവിക്കുന്ന തെറ്റ് പോലെ തന്നെ മറ്റു കാര്യത്തിലും തെറ്റ് സംഭവിക്കാം. എന്തായാലും ആക്സിസ് മൈ ഇന്ത്യയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് 103 സീറ്റ് പ്രവചിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രവചിച്ച ആക്സിസ് മൈ ഇന്ത്യ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് പ്രവചിക്കുന്നത് 0 മുതൽ 1 സീറ്റ് വരെയാണ്. 0 to 1, 0 മുതൽ 1 സീറ്റ് വരെ മാത്രമേ LDFന് കേരളത്തിൽ ലഭിക്കൂ എന്ന് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നു. UDF 13 മുതൽ 14 സീറ്റുകൾ വരെ നേടാം. NDAക്ക് 2 മുതൽ 3 വരെ സീറ്റുകളും. കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിൽ ഒരു UDF തരംഗം എന്ന് പറയാമോ? ഇത് കേരളത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ കേരളത്തിൽ സംഭവിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും ദേശീയ തലത്തിലുള്ള ഒരു സർവേ ഫലങ്ങളാണ്. നമുക്ക് നമ്മുടെ ഒരു ഇതുവരെയുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ച്, ഇതുവരെയുള്ള രാഷ്ട്രീയ രീതി വെച്ച് വിശ്വസിക്കാൻ കഴിയാത്ത 2 CNN News 18 കേരളത്തിന് പറയുന്നത് UDF 15 മുതൽ 18, LDF 2 മുതൽ 5, NDA 1 മുതൽ 3. അതായത് NDAക്ക് 3 സീറ്റ് വരെ ലഭിക്കുമെന്ന് പറയുന്ന മൂന്നാമത്തെ സർവേ ആണിത്. 1 മുതൽ 3 വരെ സീറ്റുകൾ BJPക്ക് കേരളത്തിലെന്ന് CNN News 18. UDFന് 15 മുതൽ 18 സീറ്റുകൾ വരെ, LDFന് 2 മുതൽ 5 വരെ സീറ്റുകൾ. അതായത് LDFന് 0 പ്രവചിച്ചിട്ടില്ല CNN News 18 എന്നുള്ളത് നമുക്ക് കാണാം മറ്റ് സർവേയിൽ നിന്ന് വ്യത്യസ്തമായി. 1 മുതൽ 3 സീറ്റുകൾ വരെ തുടർച്ചയായ 3 സർവേ ഫലങ്ങൾ കേരളത്തിൽ NDAക്ക് അനുകൂലമായി പ്രവചിക്കുന്നു, പ്രവചനം നടത്തുന്നു എന്നത് 27% വോട്ടാണ് കേരളത്തിൽ NDAക്ക് പ്രവചിക്കുന്നത്. ഞാൻ പറയുന്നു 27% കിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ 3 ഏജൻസി 3 സീറ്റുകൾ വരെ NDAക്ക് കിട്ടാമെന്ന് പറയുന്നു. അങ്ങനെ കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല. കേരളത്തിൽ 20% വോട്ടാണ് K സുരേന്ദ്രൻ പോലും പ്രവചിക്കുന്നത്. ഈ ബാക്കി 7% പ്രദീപ് ഗുപ്ത എവിടെ നിന്ന് എടുത്തോണ്ട് വന്നാണെന്ന് എനിക്കറിയില്ല. എന്തായാലും 27% വോട്ട് കിട്ടില്ല. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരിടത്തെങ്കിലും താമര വിരിയും എന്ന് 3 സർവേകൾ, ദേശീയ സർവേകൾ പ്രഖ്യാപിക്കുന്നു. വളരെ കൗതുകരമാണ്. അതിനുള്ള സൂചനകൾ, പ്രവചനങ്ങൾ നടത്തുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷയാണ് ഇപ്പോൾ സർവേ ഫലങ്ങൾ. അതിനപ്പുറം എന്നെ അമ്പരപ്പിക്കുന്നത് ബീഹാറാണ്. ബീഹാറിൽ വലിയ തോതിൽ കഴിഞ്ഞ തവണ